ഇത് ഒരുപാട് കളക്ഷൻസും ഉണ്ട്. അതുപോലത്തെ ഒരു ഷെൽ വാറന്റി ഒക്കെ തരുന്ന ഈ ഒരു ഓപ്ഷൻ കിട്ടുന്ന ഒരേ ഒരു ഹെൽമെറ്റ് ആക്സോറിന് മാത്രമാണ്. പലർക്കും ഇത് അറിയത്തില്ല. കാരണം വെച്ചാൽ നെഗറ്റീവ് സൈഡ് ആയിട്ട് തോന്നി 2-3 എല്ലാവർക്കും വർഷം മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ ഹെൽമെറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഒരു അടിപൊളി കിഡിലൻ ഹെൽമെറ്റ്. അതായത് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും 5000 രൂപേൻ്റെ താഴെ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഹെൽമെറ്റ്. അതായത് നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബെസ്റ്റ് ഹെൽമെറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആക്സോറിൻ്റെ ഒറിജിനൽ ബ്രാൻഡഡ് ഹെൽമെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിനകത്ത് വരുന്ന കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയ ഹെൽമെറ്റുകളിൽ മാത്രം കിട്ടുന്ന ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു ഹെൽമെറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്? അതുപോലെ തന്നെ നമ്മുടെ ഡീലോക്ക് നമുക്ക് പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് ആ ഡീലോക്ക് കറക്റ്റായിട്ട് ഇടേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം എപ്പോഴും പറയുന്ന പോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്. അതുകൊണ്ട് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിത് എടുത്തത് ഷോപ്പിൽ നിന്നാണ്. കോഴിക്കോടുള്ള റിയൽ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് ഞാൻ എടുത്തത്. അവർ ആക്സോറിൻ്റെ ഓതറൈസ്ഡ് ഡീലറാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് തന്നെ എനിക്ക് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 കൊല്ലത്തെ ഒരു ഷെൽ വാറണ്ടി ഒക്കെ തരുന്നുണ്ട്. എന്താണ് ഷെൽ വാറണ്ടി എന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അവരങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നു, അത് നമുക്ക് കിട്ടിയെന്നുള്ളൂ. അതുപോലെ നമുക്കിത് ഓൺലൈനിലും അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം. അതുപോലെ തന്നെ ആ ഒരു ഷോപ്പിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ അവരത് പാർസലായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം. ഒരുപാട് മോഡൽസ് ഉണ്ട് ഈ ഒരു റേറ്റിൽ വരുന്നത്. അതായത് ഫീച്ചേഴ്സ് സെയിം ആയിരിക്കും, അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ മാറുന്നുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മുമ്പേ കണ്ടതായതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അത് വരുന്നൊരു ഹെൽമെറ്റാണ്. അപ്പോൾ ഹെൽമെറ്റ് അവിടെ നിൽക്കട്ടെ, നമുക്കത് പിന്നെ കാണാം ഇതിനുള്ള എന്താ അഡീഷണൽ തന്നേക്കുന്നത് നോക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലത്തെ ഒരു കവറിൽ കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു കവർ അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു കവറിൽ വന്നേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉള്ള സ്റ്റിക്കർ ഉണ്ട്. അതായത് O പോസിറ്റീവ്, A പോസിറ്റീവ്, A നെഗറ്റീവ്, അങ്ങനെ AB പോസിറ്റീവ്, അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ് അത് നമ്മൾ അതിനകത്ത് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ ഇൻ കേസ് ഓഫ് ആക്സിഡൻറ്റ് ഡു നോട്ട് റിമൂവ് ദ ഹെൽമെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റിൽ ഒട്ടിച്ച് വെക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് അവരൊരു ആഡ് ഓൺ പോലെ തന്നിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വരുന്ന ഒരു ആക്സോറിൻ്റെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. അതായത് നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റിക്കർ നമുക്ക് വേണമെങ്കിൽ വണ്ടിയിലോ അല്ലെങ്കിൽ ഹെൽമെറ്റിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇപ്പോൾ നമ്മൾ സ്ക്രാച്ചൊക്കെ ആവുകയാണെങ്കിൽ അവിടെ മറയ്ക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിക്കർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് വണ്ടിയിലും വേണമെങ്കിൽ നമുക്ക് ഇത് ഒട്ടിക്കാം. പിന്നെ വരുന്നത് നമുക്ക് ഇതുപോലത്തെ ഒരു റിഫ്ലക്ടറിൻ്റെ ഒരു 4 ടൈപ്പാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയിൽ ഒട്ടിക്കാനല്ല, നമ്മുടെ ഹെൽമെറ്റിൻ്റെയൊക്കെ പൊതുവെ സ്ക്രാച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടിക്കുക എന്നുള്ള രീതിയിലാണ് ഇതൊരു മെയിനായിട്ട് നമുക്ക് കമ്പനി തരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഭാഗങ്ങളിൽ ഒട്ടിക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലത്തെ ഒരു വൈസറാണ്. ഇത് നമ്മുടെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ബേക്കിൽ ഒരു വൈസറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി വേറെ ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതുപോലൊരു നല്ല കവറിലൊക്കെയാണ് നമുക്ക് ഹെൽമെറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കവറാണ്. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ ഒക്കെ നമ്മൾ ഈ ഒരു കവറിലിട്ട് വെച്ചാണെങ്കിൽ സ്ക്രാച്ചൊന്നും ആവത്തില്ല. നമുക്കിത് നമ്മുടെ ബാഗ് പോലെ ഇടാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് വരുന്നത്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു ഹെൽമെറ്റാണ്. എനിക്ക് ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഹെൽമെറ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് കളറായിട്ടുള്ള, സ്റ്റാൻഡേർഡ് എന്നല്ല, അത്യാവശ്യം ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോഡൽ എടുത്തത്. നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള, അതായത് ചിലർക്ക് ഇങ്ങനെ ഒരു ഗ്ലോസി ടൈപ്പ് ആയിട്ടുള്ള കളറുകൾ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ ഫ്ലൂറസൻ കളറൊക്കെ ഉണ്ട്, അതൊക്കെ കുറേ ഡിസൈനൊക്കെ ആയിട്ട്, അതുപോലെ വാമ്പയറിൻ്റെ കുറേ മോഡൽസ് ഈ ഒരു റേറ്റിൽ തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡലിലേക്കൊക്കെ നോക്കാം, സ്വിച്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് എനിക്കിത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഈ ഒരു ഡിസൈൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ നമുക്കത് വരുന്നത് നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ആണ്. അപ്പോൾ നമുക്കത് ഡ്യുവൽ വൈസർ വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലാണ് വരുന്നത്. ഒരു ഡ്യുവൽ വൈസർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെയിലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമുക്ക് ഇതിനകത്ത് വരുന്നൊരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ 2 ഗ്ലാസ് വരുന്നുണ്ട്, ഡ്യുവൽ ഗ്ലാസ്. അതായത് ഉള്ളിൽ തന്നെ ഒരു ഗ്ലാസ് കൂടെ വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വണ്ടി ഗ്ലാസ്സൊക്കെ താഴ്ത്തിയിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ ഗ്ലാസ്സിനകത്ത് കുറച്ച് മിസ്റ്റൊക്കെ പോലെ നമ്മുടെ കാറിനുള്ളിലൊക്കെ വരുന്ന പോലെ ഫോഗ് വരും. അപ്പോൾ ആ ഒരു ഫോഗ് വരാണ്ടിരിക്കാനുള്ള ആൻറ്റി ഫോഗിൻ്റെ ഒരു ഗ്ലാസ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു വിലയ്ക്ക് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്ന ഒരേ ഒരു ഹെൽമെറ്റ് ആക്സോറിന് മാത്രമാണ്. കാരണം LS2ലേക്കോ അല്ലെങ്കിൽ അതിൽ മുകളിലോട്ടുള്ള മറ്റ് ബ്രാൻഡുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 8000 രൂപേൻ്റെ അടുത്ത് വരും നമുക്ക് ഈ ഒരു ഗ്ലാസ് വരുന്ന ഹെൽമെറ്റിന്. അല്ലെങ്കിൽ ഒരു 1500 രൂപയാണ് ഈ ഒരു ഗ്ലാസ്സിന് മാത്രം റേറ്റ് വരുന്നത്. അപ്പോൾ അത് നമുക്കൊരു നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ ഡ്യുവൽ വൈസർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്ന D ക്ലാമ്പാണ് നമുക്കിനി വരുന്നത്.
അതായത് ഈ ഒരു ഡി ക്ലിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സേഫ് ആയിട്ടിരിക്കും. കാരണം നോർമൽ ക്ലിപ്പുകൾ കിട്ടണമെങ്കിൽ ചിലപ്പം കുറച്ച് സിവിയർ ആയിട്ടുള്ള ആക്സിഡൻ്റ് ആണെങ്കിൽ ഹെൽമെറ്റിൻ്റെ ക്ലിപ്പൊക്കെ പൊട്ടി തെറിച്ച് പോകും. പക്ഷേ ഇതങ്ങനെ വരത്തില്ല, നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ള കാര്യം ഞാൻ വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ഒരു സ്പോയിലർ വരുന്നുണ്ട്. അത്യാവശ്യം സ്ട്രെച്ചഡ് ആയിട്ടുള്ളൊരു വലിയൊരു സ്പോയിലറാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പോയിലർ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു കവർ ഉപയോഗിക്കാം. ഇതിന് ഞാൻ ആദ്യം പറഞ്ഞത് വൈസർ എന്നാണെന്ന് തോന്നുന്നു, പക്ഷേ ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കവർ എന്നാണ്. ഞാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു മാറ്റം വന്നു വേണം, ക്ഷമിക്കുക. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ മാറ്റിയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കിതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. നല്ല കുറച്ചുകൂടി ഒരു അഗ്രസീവ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു മൗത്തിന് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. നമുക്ക് എയർ സർക്കുലേഷന് വേണ്ടി. ഇത് സാധാരണ എല്ലാ ഹെൽമെറ്റിലും വരുന്നതാണ്. അതുപോലെ നമുക്ക് ഇവിടെ മോൾ ഭാഗത്തായിട്ട് 2 വെന്റിലേഷനും കൂടി ഉണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. ഫ്രണ്ടിലത്തെ ഇതും നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ബാക്കിൽ ഈ ഒരു ഭാഗത്തായിട്ടൊരു ചെറിയൊരു വെന്റിലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എയർ സർക്കുലേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ കിട്ടും. അതുപോലെ നമുക്ക് ഇതിനകത്തൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് വരുന്നത് ഡി ലോക്കാണ്. ഞാൻ സാധാരണ ഡി ലോക്ക് എന്ന് പറയാം. ചിലർ ഇതിന് ഡബിൾ ഡി ലോക്ക് എന്ന് പറയും, ഡബിൾ ഡി റിംഗ് ലോക്ക് എന്ന് പറയും, ഡബിൾ ഡി ലിങ്ക് എന്നൊക്കെ പറയും. അങ്ങനെ പല പേരിൽ ഈ ഒരു ലോക്ക് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2 ഡി ഷേപ്പിലുള്ള ക്ലാമ്പ് ഉണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു സ്ട്രിപ്പ് കയറ്റി വെക്കുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഇടുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് വെച്ചാൽ നമ്മുടെ ഈ എല്ലാ പാഡുകളും നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതായത് എല്ലാം ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള പാഡുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് അഴിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് നമുക്ക് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സ്മെല്ലും കാര്യങ്ങളൊന്നും വരത്തില്ല. അതുപോലെ ഇവിടെ ഈ ഒരു പീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ കാറ്റൊന്നും ഒരുപാട് അടിച്ചിൻ്റെ ഉള്ളിലോട്ട് കയറത്തില്ല. പക്ഷേ നമുക്കിവിടെ ഒരു നെറ്റിൻ്റെ ഒരു ഫിനിഷാണ് വരുന്നത്. അതായത് നെറ്റ് ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ ഉണ്ടാവും, പക്ഷേ ഒരുപാട് കാറ്റ് നമുക്ക് ഉള്ളിലേക്ക് കയറത്തില്ല. അതുപോലെ തന്നെ നല്ല നോയ്സ് ക്യാൻസലേഷനും ഉണ്ടാവും. നല്ല സുഖമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് എന്താണ് എൻ്റെ ഒരു ഫീൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇടാനായിട്ട് നമുക്ക് സിമ്പിളാണ്. നമ്മുടെ ഈ 2 സൈഡിലുള്ള ഈ ഒരു ക്ലിപ്പിൻ്റെ 2 റിബൺ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ഫിറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തല്ല പിടുത്തം വരിക, നമ്മുടെ ഈ ഒരു കവിളിൻ്റെ സൈഡിലായിരിക്കണം നമ്മുടെ ഹെൽമെറ്റിൻ്റെ പിടുത്തം മുഴുവൻ വരാൻ. അത് നമ്മുടെ ഈ ലോക്കൽ ഹെൽമെറ്റൊക്കെ നമ്മുടെ ഈ ഒരു മുകളിലായിരിക്കും നമുക്ക് പിടുത്തം വരിക. അതൊരിക്കലും നമുക്ക് അത്ര ഒരു സേഫ് ആയിരിക്കില്ല. നമുക്ക് വേണ്ടത് ഈ ഒരു കവിളിൻ്റെ ഇവിടെയാണ് നമ്മളിത് ഫിറ്റ് ആയിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് ലാർജാണ്. നിങ്ങൾ ഇട്ട് നോക്കിയതിന് ശേഷം മാത്രം ഹെൽമെറ്റ് എടുക്കുക. ചെറിയൊരു ടൈറ്റുള്ള ഹെൽമെറ്റാണ് നമ്മൾ എടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുകയുള്ളൂ, റൈഡ് ചെയ്യുമ്പോൾ ഒരു ഫീൽ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ കിടന്ന് ഇളകി കളിക്കും. ഇതിപ്പോൾ കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എഡ്ജ്, നമ്മുടെ ഈ ഒരു കവിളിൻ്റെ ഈ ഒരു എഡ്ജ് വേണം കറക്റ്റായിട്ട് സെറ്റായിട്ടിരിക്കാൻ. അവിടെ വേണം നമുക്ക് ആ പിടുത്തം വരാൻ. അതുപോലെ ഓവറോൾ നമ്മുടെ ആ ഒരു ഹെഡിനൊരു ചെറുതായിട്ടൊന്ന് ടച്ച് ആവുന്ന ഒരു ഫീലും കിട്ടണം. അതാണ് നമ്മുടെ ഒരു ഹെൽമെറ്റിൻ്റെ കറക്റ്റ് ഫിറ്റിംഗ് വരിക. അപ്പോൾ നമുക്കിത് ഓക്കെയാണ്. നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൂളിങ്ങിൻ്റെ ഡ്യുവൽ ഗ്ലാസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ചിലതിൻ്റെ ഈ ഒരു സൈഡിലായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലിപ്പ് പിടിച്ച് വലിക്കണം. അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫിറ്റിംഗ് വരുന്നത്. ഇനി നമുക്ക് ഗ്ലാസിൻ്റെ ഈ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇട്ടിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടോ ഒരു ചെറിയൊരു മഞ്ഞ കോട്ടിങ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു സ്റ്റിക്കർ ഉണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ്സൊക്കെ ഊരി മാതിരിയുള്ള ഒരു ലുക്ക്. അപ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടെ ഒന്ന് ഇട്ട് നോക്കാം. അടിപൊളിയാണ്. പുറത്തേക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഗ്ലാസ് തുറന്ന് വെച്ച് സംസാരിക്കാം. അതായത് നല്ല ഫിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഗ്ലാസ്സൊക്കെ നല്ല വിസിബിലിറ്റി ഉണ്ട്, നല്ലൊരു ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു ഡ്യുവൽ വൈസറിൻ്റെ ഈ ഒരു ഗ്ലാസ്സും നല്ല സൂപ്പറാണ്. നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പം ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ ഓടിച്ച് നോക്കിയിട്ട് 2 ദിവസം വെച്ച് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ഒന്ന് 2-3 ദിവസം ഒന്ന് ഇതൊക്കെ വെച്ചൊന്ന് റൈഡ് ചെയ്തിട്ട് എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഡീ ക്ലിപ്പ് ഇടുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് അടുത്തുനിന്ന് കാണാം. അപ്പോൾ നമുക്കത് നോക്കാം. എങ്ങനെയാണ് ഡീ ക്ലിപ്പ് ഇടുന്നത് നോക്കാം. ഇതിൽ 2 ക്ലിപ്പുകളാണ് വരുന്നത്. അതായത് നമുക്ക് ഉള്ളിലൊരു ചെറിയൊരു ഇതുപോലത്തെ സ്ക്വയറിൻ്റെ ഒരു കട്ടിങ് ഉണ്ട്, പുറത്തുമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 2 ഇതും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ടു. ഇനി ആദ്യത്തെ അതായത് പുറത്തുള്ള ആ ഒരു ക്ലിപ്പ് പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എടുക്കുക. ഇതിത്രയേ ഉള്ളൂ. നമ്മുടെ ക്ലിപ്പ് ലോക്കായിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലിപ്പ് ഇടാൻ. വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് കണ്ടോ, അത് വലിച്ചു കഴിഞ്ഞാലൊന്നും വിട്ടു പോരത്തില്ല. ഇത് ലൂസാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്ലിപ്പ് നമ്മൾ അഴിക്കുക. അതിനുശേഷം ഈ ചുമന്ന ഈ ഒരു റിബണുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഊരിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. പലർക്കും ഇത് അറിയത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ ഹെൽമെറ്റിലൊക്കെ ക്ലിപ്പാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്.
അപ്പോൾ ഈ വീഡിയോനെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു റിവ്യൂ ഒരു 3-4 ആഴ്ച ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആക്കണ്ട എന്നോർത്തിട്ടാണ്. 2 വീഡിയോ ആക്കാനുള്ള കണ്ടന്റ് ഇല്ല. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഞാനിത് മഴയത്തും വെയിലത്തും ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് വെയിലത്ത് ഉപയോഗിച്ചപ്പോൾ ഫീൽ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഡുവൽ വൈസർ നമുക്ക് അത് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കൂളിംഗ്, നമുക്ക് ഈ ഒരു കണ്ണിൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു കൂളിംഗ് ഫീൽ ചെയ്തു. അതുപോലെ ഇത് അടച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള നോയ്സോ കാര്യങ്ങളൊന്നും ഇല്ലതാനും, എന്നാൽ നല്ലൊരു ഫീൽ, നമുക്ക് നല്ലൊരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എയർ വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർ വെൻറ്റ് ഞാൻ ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ലൊരു എയർ സർക്കുലേഷൻ കിട്ടി. ഇപ്പോൾ വെയിലത്ത് നമ്മൾ ഗ്ലാസ് താഴ്ത്തിയിട്ടാലും അത്യാവശ്യം നല്ലൊരു എയർ സർക്കുലേഷൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മഴയത്ത് യൂസ് ചെയ്തപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 2 ഗ്ലാസ് വരുന്നുണ്ട്. ഒന്ന് മറ്റേ ഫോഗ് വരാതിരിക്കാനുള്ള ആൻറ്റി ഫോഗിൻ്റെ ഒരു ഗ്ലാസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴയത്ത് യൂസ് ചെയ്തിട്ട് ഈ 2 സൈഡിൽ ഈ ഗ്ലാസ് ഇല്ലാത്ത ഭാഗത്ത് വെച്ച് വേറെ എവിടെയും ഒരു തരത്തിലുള്ള ഫോഗും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലിയർ ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഒരു വ്യൂ, അതായത് നമുക്ക് മഴയത്ത് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു വിസിബിലിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് മഴയത്ത് യൂസ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എയർ വെൻറ്റുകൾ ഇപ്പോൾ ഓപ്പൺ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊന്നും കയറുന്നില്ല. അതിൻ്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നി. കാരണം ഒട്ടും വെള്ളമൊന്നും കയറുന്നില്ല. ഫ്രണ്ടിലൊക്കെ ഓപ്പൺ ആക്കി വെച്ചിരുന്നു, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വെള്ളമോ അങ്ങനെ കാര്യങ്ങളൊന്നും കയറിയില്ല. പിന്നെ എനിക്ക് രാവിലെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു ഇവിടെ ഒരു ക്ലോത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെയൊക്കെ പോയപ്പോൾ ഒരു മുഖത്തേക്കിനെ കാറ്റടിച്ച് കയറുന്ന വിഷയമൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വെൻറ്റുകൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നു, ഒരു എയർ സർക്കുലേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ ഞാനത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ഫിറ്റായിട്ട് എനിക്ക് നല്ലൊരു ഫിറ്റ്, അതായത് ഒട്ടും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ലൊരു ഫിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ എനിക്കിതിൻ്റെ നെഗറ്റീവ് സൈഡായിട്ട് തോന്നിയ 2-3 കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യത്തെ കുറച്ച് നാളുകളിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പെഡലിൻ്റെ ഇവിടെ കുറച്ച് ദിവസത്തേക്ക് നല്ല വേനയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റ് ഇത്രയും വെയിറ്റ് ഉള്ളതല്ലായിരുന്നു. ഇതിപ്പോൾ ഏകദേശം 1 കിലോൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ചത്തോളം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറി. പിന്നെ എനിക്ക് ചീക്കിൻ്റെ സൈഡ് നല്ല പെയിൻ ഉണ്ടായിരുന്നു. കാരണം ഇവിടെയാണ് നമുക്ക് ഈ ഹെൽമെറ്റിന് പിടുത്തം വരിക. അതുകൊണ്ട് തന്നെ ഇവിടെ അമർന്നിരുന്നിട്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കുഷ്യൻസൊക്കെ എൻ്റെ ഒരു ഫേസിന് സെറ്റായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ കുഴപ്പമില്ല, ഓക്കെ, നമുക്കത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് അഡ്ജസ്റ്റ് ആകുന്നുണ്ട്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസിബിലിറ്റീൻ്റെ ഒരു ചെറിയ പ്രശ്നം, അതായത് വണ്ടി ഓടിക്കുമ്പോഴല്ല, നമ്മൾ വണ്ടി തിരിക്കുമ്പോൾ ഒക്കെ ഈ 2 സൈഡിൽ നമുക്ക് ഇവിടെ കുറച്ചൊരു ക്ലോസ് ആയിട്ടിരിക്കുന്നതോടെ തോന്നും. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യൂ ഇങ്ങനെ സൈഡിലോട്ട് 2 സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂവിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പേഴ്സണലി എനിക്ക് തോന്നിയതാണ്. അത് ഇനി എൻ്റെ ഇഷ്യൂസാണോ ഞാൻ വെച്ചതിന് എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെന്ന് അറിയത്തില്ല. എനിക്ക് ആ ഒരു പ്രശ്നം എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല. ഈ എയർ വെൻറ്റ് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കൂളിംഗ് കിട്ടുന്നുണ്ട്. പിന്നെന്താ പറയുക, പിന്നെ പൊടിയും കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഇഷ്യൂസും, അതായത് കാറ്റോ വെള്ളം ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ലായിരുന്നു. നല്ല ടൈറ്റായിട്ട് കംഫർട്ടായിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. അത്യാവശ്യം നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് എന്ന് വെച്ചാൽ പുറകിൽ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ ഒരു ഹെൽമെറ്റിനെ കുറിച്ച് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ കയറി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഞാനിത് മേടിച്ച ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അവിടെ കയറി അവർക്കൊന്ന് മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിത് പാർസലായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കൊറിയർ ചാർജ് അഡീഷണൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് അറിയത്തില്ല. ഞാനവിടെ പോയി എടുക്കുകയാണ് ചെയ്തത്. ഒരുപാട് കളക്ഷൻസും ഉണ്ട്. അവർ ഓരോ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. പിന്നെ എന്താ പറയുക, സാധാരണ പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതുകൊണ്ട് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്തേക്കൊന്ന് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അതിപ്പം ഹെൽമെറ്റിൻ്റെ എന്നല്ല, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വണ്ടി സംബന്ധമായ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്തേരെ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ കാണാം.